നമസ്കാരം. കഥാമൃതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള കന്യാകുമാരി ക്ഷേത്രത്തിന്റെ ഐതിഹ്യമാണ്. അവിടെ ദേവി കന്യകയായിട്ട് കുടികൊള്ളുന്നു എന്നാണ് പറയപ്പെടുന്നത്, അല്ലെ? അപ്പൊ അതിന്റെ കാരണവും ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോ കൂടെ പരിചയപ്പെടാം. പണ്ട് ഭൂമിയിൽ ബാണാസുരൻ എന്ന പേരായിട്ടുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ബ്രഹ്മദേവനെ തപസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് അമരത്വം വരമായിട്ട് വേണം എന്നാവശ്യപ്പെട്ടു. എന്നാൽ അത് പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായതിനാൽ തന്നെ അത് നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവ് മറ്റൊരു വരം കൊടുത്തു. അതെന്താണെന്ന് വെച്ചാല് ഒരു കന്യകയാൽ മാത്രമേ അദ്ദേഹം വധിക്കപ്പെടൂ എന്നുള്ളൊരു വരം. അങ്ങനെ വരബലത്താൽ അഹങ്കാരിയായി തീർന്ന ബാണാസുരൻ ഭൂമിയിലെത്തിയിട്ട് അദ്ദേഹത്തിന്റെ ആക്രമണങ്ങളൊക്കെ തുടർന്നു. അങ്ങനെ ഇരിക്കെ ദേവന്മാർ എല്ലാവരും കൂടി ആദിപരാശക്തിയെ തപസ് ചെയ്തു. ഈ ബാണാസുരന്റെ ആക്രമണങ്ങളൊക്കെ അത്യധികം വർദ്ധിച്ചു. അതിനാൽ തന്നെ ആദിപരാശക്തി ഒരു കന്യകയായിട്ട് ജന്മം എടുക്കുകയും അവൾ കന്യാകുമാരിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇവൾ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ ശക്തിയുടെ രൂപമായതിനാൽ തന്നെ ശിവനിലേക്ക് ചേരണം എന്നൊരു ആഗ്രഹം ഇവൾ സദാ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇവളെ കാണാൻ നാരദമുനി എത്തുകയാണ്. അപ്പൊ നാരദമുനി ഇവൾക്ക് വാക്ക് കൊടുത്തു, മഹാദേവന്റെയും നിന്റെയും വിവാഹം ഞാൻ നടത്തി തരാമെന്ന്. അങ്ങനെ അദ്ദേഹത്തെ മുൻനിർത്തിയിട്ട് എല്ലാവിധ വിവാഹത്തിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ദേവന്മാരെല്ലാവരും ഇപ്പൊ ദുഃഖിതരായി. കാരണം ശിവശക്തി സംയോഗം നടന്നാൽ ദേവിയുടെ കന്യകാത്വം നഷ്ടപ്പെടും. അതിനാൽ തന്നെ ബാണാസുരനെ വധിക്കാൻ ദേവിക്ക് സാധിക്കില്ല. അതിനാൽ തന്നെ ദേവിയുടെ ജന്മലക്ഷ്യം വിഫലമായി തീരും. അപ്പോ ഇവരെല്ലാരും മറ്റൊരു കാര്യം നാരദനെ ഉപദേശിച്ചു. അതായത് ദേവി വിവാഹത്തിനായിട്ട് ഒരുങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാല് നാരദൻ ഒരു കോഴിയുടെ രൂപം പ്രാപിക്കണം. അത് രാവിലെയാണ് വിവാഹത്തിന്റെ മുഹൂർത്തം. അതിന്റെ നാഴിക അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാല് പിന്നീട് അന്നേ ദിവസം മുഹൂർത്തങ്ങളൊന്നുമില്ല. അതിനാൽ തന്നെ നാരദൻ നേരത്തെ തന്നെ കോഴിയുടെ രൂപം പ്രാപിച്ചിട്ട് ആ മുഹൂർത്തത്തിന് മുന്നേ തന്നെ കൂവിക്കഴിഞ്ഞാല് മുഹൂർത്തം മാറിപ്പോകും. അങ്ങനെ വിവാഹം നടക്കില്ല എന്ന്. അങ്ങനെ ദേവി സർവാലങ്കാര വിഭൂഷിതയായിട്ട് അതിസുന്ദരിയായിട്ട് വിവാഹ ഒരുക്കത്തിനായിട്ട് പോകുന്ന സമയത്ത് നാരദൻ എന്ത് ചെയ്തു? യാത്രാ മധ്യേ കൂവി. അപ്പോ എല്ലാവരും വിചാരിച്ച വിവാഹ മുഹൂർത്തം ആചാരമായി എന്ന് കരുതിയിട്ട് വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടർന്നു. എന്നാൽ മുഹൂർത്തം തെറ്റിയതിനാൽ തന്നെ വിവാഹം നടന്നില്ല. അപ്പോൾ അതിൽ അതീവ ദുഃഖിതയായിട്ടുള്ള ദേവി തനിക്ക് ഇനി വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞിട്ട് കന്യാകുമാരിയിൽ കൂടിയിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ദേവി കന്യകയായിട്ട് അവിടെ കൂടിയിരുന്നത്. എന്നിട്ട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ബാണാസുരന്റെ ഒരു കിങ്കരൻ ദേവിയെ കാണാൻ എത്തുകയാണ്. അപ്പൊ ഈ ദേവിയുടെ അതിസുന്ദരമായിട്ടുള്ള രൂപം കണ്ടിട്ട് ഈ കിങ്കരൻ ബാണാസുരനോട് ചെന്ന് പറഞ്ഞു, ഈ കന്യാകുമാരിയിൽ ഇങ്ങനെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട്, അവളെ നീയല്ലാതെ മറ്റാരും വിവാഹം കഴിക്കാൻ പാടില്ല, മറ്റാർക്കും അവളെ ലഭിക്കാൻ പാടില്ല, അവൾ അത്രയധികം സുന്ദരിയാണെന്ന്. ഇതൊക്കെ കേട്ടിട്ട് ബാണാസുരൻ എവിടെ എത്തി? ദേവിയുടെ അടുത്തെത്തിയിട്ട് വിവാഹ അഭ്യർത്ഥന നടത്തി. എന്നാല് ദേവി പറഞ്ഞു, ഞാൻ ഈ ജന്മം വിവാഹം കഴിക്കില്ല. അഥവാ നിന്നെ ഞാൻ വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ നീ ഞാനുമായിട്ട് യുദ്ധം ചെയ്യണം, എന്നിട്ട് എന്നെ തോൽപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാമെന്ന്. അങ്ങനെ ഇരുവരും തമ്മിൽ ഘോരമായിട്ടുള്ള യുദ്ധം നടന്നു. യുദ്ധത്തിനൊടുവില് ദേവി ബാണാസുരനെ വധിച്ച് തന്റെ ജന്മലക്ഷ്യം സഫലമാക്കിയിട്ട് കന്യാകുമാരിയിൽ കൂടിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ദേവി കന്യകയായിട്ട് തന്നെയാണ് ശിവനെ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ശിവനെ കാത്തിരിക്കുന്ന ഒരു ദേവിയുടെ രൂപമാണ് കന്യാകുമാരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.